സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമ പരാതികൾ പരിശോധിക്കാനുള്ള ആഭ്യന്തര പരാതി പരിഹാര സമിതിയുടെ റിപ്പോർട്ട് അന്തിമ വാക്കല്ലെന്ന് ഹൈക്കോടതി. തൊഴിലിടങ്ങളിലെ ICCയുടെ കണ്ടെത്തലുകൾ ഏകപക്ഷീയമാകുന്നുവെന്ന് കോടതിയുടെ നിരീക്ഷണം. റിപ്പോർട്ടുകൾ പലപ്പോഴും സ്ഥാപനത്തിന് അനുകൂലമാകുന്നുണ്ടെന്നും കോടതി. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന സിയാദ്, കോടതിയുടെ ഗൗരവമായ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പല സ്ഥലത്തും ഇത്തരം ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്ഥാപനങ്ങൾ പറയുന്നത് ICC ഉണ്ട്, ICC പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ്. അതിലാണിപ്പോൾ കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ഭൂരിഭാഗം ICC റിപ്പോർട്ടുകൾ ഏകപക്ഷീയവും പക്ഷപാതകരവും സ്ഥാപനങ്ങൾക്ക് അനുകൂലവുമാണ് എന്നത് വിശ്വസിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത്. ജസ്റ്റിസ് ബദറുദ്ദീന്റേതാണ് ഉത്തരവ്. അതിനാൽ ICC റിപ്പോർട്ടിന്റെ വിശ്വാസ്യത സമഗ്രമായ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ജോലിസ്ഥലത്തുള്ള പോലീസിന് മുമ്പാണ് ഉന്നയിക്കപ്പെടുന്ന പരാതികളിൽ ICCയുടെ റിപ്പോർട്ട് അന്തിമമല്ല. അന്തിമ റിപ്പോർട്ടിലേക്ക് നയിച്ച കുറ്റം രജിസ്റ്റർ ചെയ്ത് അത്തരത്തിൽ അന്വേഷണം നടത്തണം എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. പോസ്റ്റ് ആക്ട് പ്രകാരം നിലവിലുള്ള നിയമങ്ങൾക്ക് പുറമെയാണ് ഈ ICC എന്നത്. അതിനാൽ ICC റിപ്പോർട്ടിന് ജോലിസ്ഥലത്ത് പീഡനക്കേസുകളിൽ സാധുവായ പോലീസ് അന്വേഷണം തടസ്സമില്ല. അതോടൊപ്പം തന്നെ കോടതി പറയുന്നത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും ഏകപക്ഷീയമാകുന്നുണ്ട്, സ്ഥാപനത്തിന് അനുകൂലമാകുന്നത്, പക്ഷപാതപരമായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കണക്കിലെടുക്കേണ്ടതില്ല, പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാം തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ലൈംഗികാതിക്രമ ആരോപണത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കോളേജ് നേതാവിന്റെ ഹർജി തള്ളിയാണ് കോടതി നിരീക്ഷണം. ഒരു വനിതാ പ്രൊഫസറോട് മോശമായി പെരുമാറി എന്നതായിരുന്നു പരാതി. അതിനുശേഷം ICC ക്ലീൻ ചിറ്റ് നൽകി. ICC നൽകുന്ന ക്ലീൻ ചിറ്റ് ഒരിക്കലും പോലീസ് അന്വേഷണത്തിന് ബാധകമല്ല. ഈ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്താനാണ് കോടതി നിർദ്ദേശിച്ചത്. ശരി ഷബ്ന, തൊഴിലിടങ്ങളിലെ ICCയുടെ റിപ്പോർട്ടുകൾ അന്തിമമല്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്.